ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളെ കുളം പറ്റിച്ച് മീൻ പിടിക്കുകയാണ്. നമ്മൾ ആദ്യം കുളം പറ്റിച്ചാൽ വിചാരിച്ചത്, പിന്നെ വല ഇട്ടിട്ട് നമുക്കൊരു മീനിനെ കിട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് പൊരിക്കാളായിരുന്നു കിട്ടിയത്. ഇവിടെ കാണിച്ചാൽ നമ്മൾ ഈ കുളത്തിൽ നിന്നാട്ടോ മീൻ പിടിച്ചിട്ട്. പിന്നെ ഗൈസ് ഒരു സീന് സാധനം കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് കാണിച്ചാൽ ഗൈസ് അപ്പോൾ നമ്മൾ ഇതാണ് നമ്മളെ കണ്ണാനെ കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത മീനിനെ പിടിച്ചോളൂ. നമ്മൾ പൊരിക്കതിയിലിട്ടോ ബക്കറ്റിലിട്ടോ ചാടി പോവുക നോക്കാം നോക്കാം. നമ്മൾ ഫസ്റ്റ് ഒന്ന് ഇതിനെ പിടിച്ചിട്ട സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ആദ്യം വേണ്ട കിട്ടൂല വിചാരിച്ചിരുന്നു, പിന്നാണ്ട് കിട്ടിയ നമുക്ക്. ഇതിലാണ് കഴിച്ച് നമ്മളെ മീനുകളുള്ളത്. കഴിച്ച നമ്മൾ നാട്ടിൽ ലഭിയപ്പോൾ മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. വല ഉണ്ട്, വല വിടാ ആക്കണേ പിടിച്ചോര് കോരല് വേഗം കോരി. ഈ ഭാഗത്തു നിന്ന് തന്നെയാണ് നമുക്ക് ആ മറ്റേ കണ്ണനെ കിട്ടി. അയ്യവ 2 പൊരിക്കനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പൊരിക്കനല്ലേ പൈസ. അപ്പം നമ്മൾ ഇതിൽ കൂടിയാണ് നമ്മൾ അടുവ. അതിപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടോ. അത് നമ്മൾ ലഭിക്കുമ്പോൾ കുളത്തിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് എറിഞ്ഞിങ്ങനെ അതിനെ പിടിച്ചിടയ്ക്ക്. ഒരു പൊരിക്കും കൂട്ടിയാണ്. അത് പ്ലാസ്റ്റിക് കവറായി. കണ്ണൻ നമ്മളെ വലയിൽ നിന്ന് മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ് ലബീബ്. ഇതാണ് നമ്മളെ കുളം, ഒരു ചെറിയ കുളമാണ്. അടുത്ത മീനും ഗൈസ് ലബീബ് ഇങ്ങോട്ട് എറിഞ്ഞു തന്നിട്ടുണ്ട്. അതിന് പിടിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ സാക്കിരി. അതിൻ്റെ ഒരു കൊന്ന സൈസ് സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക് കണ്ണനെ. കിട്ടിയാ ഓനാണ് അവിടെ പിടിച്ചോണ്ടിരിക്കുക. നല്ല കലക്കിക്കോ, അപ്പോൾ അങ്ങനെ പൊന്തിക്കോളും മീനുകൾ. ഇവിടെ നമ്മൾ ചെറിയൊരു കുയ്യായിട്ടുണ്ട്. നമ്മൾ അവിടുത്തെ വെള്ളമൊക്കെ വറ്റിക്കരുത് ആദ്യം. ഇങ്ങോട്ട് നമ്മൾ ഈ ബക്കറ്റിൽ നിന്ന് കോരിച്ച് വെച്ചിരുന്നത്. ചാടുണ്ട് ഇവിടുന്ന് എങ്ങനെയൊക്കെ തപ്പി പിടിച്ചു. കണ്ണൻ ചാടൽ തുടങ്ങിയിരിക്കണേ. അത് ഇളകുണ്ട് കണ്ണൻ ഇളകി. ഇവിടുന്ന് നമുക്ക് ലബീബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ട്രിപ്പ് പിടിച്ചാൻ വേണ്ടിയിട്ട് 2 ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ചാടുകളുണ്ട്. ഒരു കോരടി സാക്കിന് ഇടക്കിടക്ക് ഓണാക്ക് ഓഫാക്ക് എന്നൊക്കെ പറയണ്ടിട്ടാ. അത് നിങ്ങൾ കായാക്കണ്ട. കിട്ടിയാ നമ്മൾ ഈ കോരലിൽ നമുക്കൊരു പൊരിക്കിനെ കിട്ടിയിട്ടുണ്ട്. കാണിച്ചു കൊടുത്താ ഇങ്ങോട്ട് എറിഞ്ഞു അതിനെ. എത്ര കിലോ ഉണ്ടാവും? ഇത് ഏകദേശം 1 കിലോ ഉണ്ടാവും. ഇതാ മീന്. കറക്റ്റ് കൈസ ബക്കറ്റിൽ പോയി എറിഞ്ഞിങ്ങനെ. ഇപ്പം എത്ര എണ്ണമായി? അത്യാവശ്യം ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ. നമ്മളിന്നാള് പിടിച്ചതിനെക്കാട്ടി തോനുണ്ട് കേട്ടോ. നമ്മളിന്നാള് കുളത്തിൽ ചൂണ്ടലിട്ടിട്ടാണ് പൊരിച്ചത്. അല്ല പൊരിച്ചത് പൊരിച്ച് ഈ സൈഡാണ് ഒരു കോരാൻ നിൽക്കണത്. കോരിക്കോളി അവിടെ കോരിക്കോളികളെ. അപ്പൊ ഇതാ അടുത്ത കോരലിനായി ഇതാ ഒരു ട്രിപ്പ് അടിച്ചു. കിട്ടിയോ? സാക്കിർ മൂത്ര കോരിക്കോളി. നേരത്തെ കോരിയിലൊന്നും കിട്ടിയിട്ടില്ല. കോരിക്കോ. കിട്ടിയാ? അവിടെ ഒച്ച ഉണ്ടാക്കി നമ്മൾ സമ്മതം ഉണ്ടാ.
ലബീബ് ഗൈസ് എന്താ വല കൊടുക്കാൻ നീന്താണ്. കിട്ടിയാ? ചാടി കളിച്ചിട്ടുണ്ട്. നല്ല ചേറുണ്ട്. പുറത്ത് കാടിയടാ ഉണ്ടാവും അതില്. മീനോടെ ചാടാൻ നോക്കണ്ടിട്ടാ. മീനുകൾ ഇവിടുന്ന് ചാടുണ്ടാ. ലബീബിന് കാലിൻ്റെ അടിയിൽ നിന്ന് മീൻ കിട്ടി. അതാ അതിനെ പിടിച്ചിട്ട് അപ്പൊ ഈ കുളത്തുനിന്ന് അത്യാവശ്യം മീനെ കിട്ടുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു ബക്കറ്റ് ഇറച്ചി കിട്ടീന്. ഒരു ലോഡ് മീൻ കിട്ടാ. നമ്മളിഞ്ഞ് അടുത്ത ട്രിപ്പ് കോരിയിട്ടുണ്ട്. കിട്ടിയാ എത്ര കൊറേ ഇട്ടിട്ടുണ്ട്. ആ മോനെ നല്ല സൈസുള്ള സാധനം കിട്ടി. അതാ പോവും. അതിലൊന്നും പാടിണ്ട്. അതാ ആ പിടക്കണ ഓലൻ്റെ അടിയിൽ. നമ്മളിതിലുള്ള വേസ്റ്റൊക്കെ ഇതിൻ്റെ മൂലക്കൊക്കെയാണ് ഫുള്ള് ഇടുന്നത്. നമ്മള് വെള്ളം പൊരിക്കാൻ നമ്മൾ അടുത്ത കോരൽ കിട്ടിയിട്ടുണ്ട്. ആ പോണ് ഞാൻ അടുത്ത ട്രിപ്പ് കോരിക്കോളി നിങ്ങള്. നമ്മൾ ലബീബ് കുളമൊന്നായിട്ട് കലക്കുക കേട്ടോ. മീനിങ്ങനെ ബോധമാണ് മയങ്ങി പൊന്താൻ വേണ്ടിയിട്ട്. കിട്ടണ്ട കോഴിക്കോടി. എന്താ എവിടെ എവിടാ കറക്റ്റ് അതിന് നടുക്കൊക്കെ ഒന്ന് ആക്കി കാണി. എവിടാ കിട്ടിയ കാണിച്ചാ? അതാ നല്ല വലിപ്പമുള്ളതാണ്. ചെറുതായിട്ട് എന്ത് കണ്ട് ആയിട്ട് കാണിച്ച. ഒന്നും പാടി കാണിച്ചാ. അയ്യോ എറിഞ്ഞോ. ഇപ്പൊ തന്നെ ഗൈസ് പോകേണ്ടത് ഇരുന്ന ബക്കറ്റ് കാണിച്ചാ. അയ്യോ കുറവുണ്ട് ഗൈസ്. അവള് ഞാൻ അടുത്ത ട്രിപ്പ് കോരാൻ പോവാണേ. കോരൂടി ഏത് മീനുള്ളേ? ഇന്ന മീനുണ്ടാ? അത് നമ്മളെ അടുത്ത കോരലാണ്. ഞാൻ ഇത് മുതലിൻ്റെ തലന്നെ വരുന്നുണ്ട് ലബീബ്. ഒന്നിച്ചോളി കിട്ടിയാ? ഞാൻ സൂം ചെയ്യട്ടെ. ചേറുണ്ടായിട്ട് വെള്ളം നിൽക്കണേ. കിട്ടിയാ? ഒരു പൊരിക്കനെ കിട്ടിയെന്നാണ് അവർ പറയുന്നത്. അതിലൊരു പൊരിക്കണ്ടാ. അതാടാ പക്ഷെ അടുത്ത കോരൽ നമ്മൾ കോരിയിട്ടുണ്ട്. അതിലൊന്നും കിട്ടിയിട്ടില്ല. ഇനി വേങ്ങളൊരു കോരൽ കോരി. ഇനി സ്ഥലം മാറ്റി പിടിക്കുക. അടുത്ത കോരലൊരു കോരാണ്. കിട്ടിയാ? കിട്ടി കിട്ടിയാ? ഏതാണ് പൊരിക്ക? നമുക്കൊരു പൊരിക്കനെ കിട്ടിയിട്ടുണ്ട്. കാണിച്ചാ അതിൽ സൂം ചെയ്തിരിക്കണേ. ഞാൻ ഒന്ന് പൊന്തിച്ചുടുക്കി.
ഇവിടെ ഒരു അത്യാവശ്യം സൈസുള്ളൊരു പൊരിക്കാണ് ഇങ്ങോട്ട് കേട്ടോ. അയ്യോ കറക്റ്റ് വള്ളത്തിക്കാണ് ഗൈസ് നമ്മളെ പൊരിക്ക് പോയത്. ഇതാ നമ്മളെ വള്ളത്തിൽ നമ്മളെ പൊരിക്കുന്നുണ്ട്. ഞാൻ ഇതിനൊന്ന് പിടിക്കട്ടെ. ഗൈസ് നമ്മൾ ഇതിനെ എങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഫോം വികാനായിക്കണ്. ബക്കറ്റ് ഇടാ ബക്കറ്റ്. ഇത് കഴിക്കുന്ന ഇങ്ങനെ വൈദ്യുതി പോകുന്നുണ്ട്. എവിടെ ബക്കറ്റ് ഇടാ. അവളിതിമ്മ ഇപ്പോൾ തുടക്കണം തൽക്കാലത്തിന്. ഞാൻ അടുത്ത കോര പിടിച്ചുകൂടി. അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ കോരിയിട്ട്. അപ്പോൾ ഞാൻ അടുത്ത കോരലാണ് ഒരു കോരാൻ മോളെ. കിട്ടിയാ ഗൈസ്? അടുത്ത് നമുക്ക് മീനെ കിട്ടിയിരിക്കുകയാണ്. ചാടുന്നുണ്ട് ഗൈസ്. നമ്മളെ പടക്കണ കണ്ണൻകുട്ടി തന്നെ നമ്മളെ പടക്കണ മീൻ എന്ന് പറയുന്നത്. കാണിച്ചാ പൊന്തിച്ചാണിച്ചൊന്ന് ലഭ്യത. അയ്യ സീൻ സൈസാണ്. അല്ല ആ കുളത്ത് കിടല്ല കേട്ടോ ജി. ബക്കറ്റ് ഇതാ ഞാൻ എടുത്തോണ്ടാണ്. ഇതാ അയ്യ അല്ല അത്യാവശ്യം വലിപ്പമുള്ള സാധനം കേട്ടോ അത്. ഇപ്പം കിട്ടിയേ വെയിലടിച്ചോണ്ടൊന്നും കാണുന്നില്ല. അത്യാവശ്യം തോനുണ്ട് ഗൈസ്. ഗൈസ് ഈ മൂലൊക്കെ നല്ല കണ്ണം വെട്ടുണ്ട്. നമ്മളെ സൈനികർ പിടിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വേറെ വാലോട്ട് കോരിക്കോളി. അടി കൂടി കോരിക്കോ. ആയിവാ ഓക്കെ ഗൈസ് അവിടെ നിന്ന് ഇരിക്കട്ടെ. ഇരിച്ചോ. എന്താ ഉഫ് ഗൈസ് അതിൽ കിട്ടിയിട്ടില്ല. അത് ചേറിൻ്റെ അടി പൂണ്ടോയിട്ടുണ്ടാവും കണ്ണന്മാർ. ഗൈസ് അവള് കോരിക്കൊണ്ടിരിക്കട്ടെ. 2 മുതലക്കുട്ടികൾ ഗൈസ് ഇങ്ങനെ വരുന്നുണ്ട്. കിട്ടിയാ കിട്ടണ്ടാ? ഞാൻ മേലേക്ക് പോവാം. അതാകുമ്പോൾ വല എല്ലാം പോലെ കാണാം. കിട്ടിയാ മീൻടാ? മീനൊന്നും കാണുന്നില്ല. മീൻ കുറേ പോകുന്നുണ്ട് ഗൈസ്. പെട്ടെന്ന് പിടിക്കേ ഗൈസ്. നമ്മൾ അടുത്ത മീനെ കിട്ടി നമുക്ക്. കിട്ടിയാ? ഗൈസ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. ചെറിയൊരു ഇത് കണ്ണ പൊരിക്കന്നെയാണ്. ഇതാ അതിനെ വേഗം പിടിക്കുകയാണ്. കിടന്ന് പടയുകയാണ്. ഗൈസ് നമ്മൾ ആദ്യം ഇതിൻ്റെ കാലുകൊണ്ട് ഇങ്ങനെ ചോട്ടി പിടിച്ചാൽ എന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്താൽ അതിൻ്റെ ചെകിളമ്മ ഇങ്ങനെ നെക്കാണ്ട് പിടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒടിഞ്ഞ വഴി വെക്കും. ഇങ്ങനെ നേരെ നമ്മളെ ബക്കറ്റ് നമ്മളെ മീനുകൾ ഇതാണ്. ഓർക്കതാ ഒരടുത്ത ട്രിപ്പ് കോരിയാണ്. അടുത്ത നമ്മൾ ഈ മീനിനെ പിടിച്ചിട്ട പോതിന് ഒരടുത്ത ട്രിപ്പ് കോരിയിട്ടുണ്ട്. അതിൽ 2 കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് എടുത്തിട്ടോ ആണ്ട് എറിഞ്ഞിട്ടുണ്ട്. മറ്റേമ്പാട്ട് എറിഞ്ഞോ? 2 നമ്മൾ അങ്ങോട്ട് എറിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ബക്കറ്റിൽ പിടിച്ചിടാം. നമ്മളെ ബക്കറ്റിൽ വെള്ളം കോരി കോരി ഇവിടെ ഒരു കുഴിയായിട്ടുണ്ട്. മീനതാ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കുറേ ഉണ്ട്. മത്തിക്കുട്ടികളായിട്ടുണ്ട്. അതാ ഒന്നിനെ കിട്ടിയിട്ടുണ്ട്. അത് പൊരിക്കല്ല അല്ല തേങ്ങയാണ്. അതിൽ പിന്നെ കാണില്ല. 2 പൊരിക്കയ്ക്ക് വീണിക്കണ്. എണ്ണിയും കാണില്ല. ഇതിൽ 2 ഉണ്ട്. പിന്നെ വേറെ എങ്ങോട്ടും ഒന്നും പാടി ഇട്ടിരുന്നല്ല. എവിടെയാണ്? അടുത്ത ട്രിപ്പിൽ ഗൈസ് നമുക്ക് വീണ്ടും ഒരു മീനെ കിട്ടിയിരിക്കണേ. എത്ര മീനെ കിട്ടി? ഒരു മീനെ ഒരു പൊരിക്കനെ കിട്ടിയിരിക്കണേ. വള്ളത്തൊന്നും ഇടില്ല. എക്സ്പീരിയൻസ് ഉള്ള കുമ്മാമ എന്തായിരുന്നു ഫിഷർമാൻസ് ആണ്. ഇണ്ടാക്കാന്നോ? വേണ്ട വീഡിയോ ഓഫ് ആക്കട്ടെ ഗായ്സ്. അപ്പോൾ പൊരിക്കൊരു ചാടുണ്ടായിരുന്നു. ഞാൻ ഈ പൊരിക്കിനെ നേരത്തെ അതിൻ്റെ പിടിച്ചാണ്. ഇതെന്താ ഒട്ടണ്? ഓക്കെ ഗൈസ് നമ്മളെ പൊരിക്ക് ഇതാ അവിടെ ഉണ്ട്.
കണ്ണൻ്റെ തല നോക്കി ഗൈസ്, നിറച്ച് പൊരിക്കലുണ്ട്, സീനായിട്ടുണ്ട്. കൈമുള്ള എന്നിട്ട് ഈ വാൻ്റെ ഇലയിൽ ഇതേമാതിരി ഇങ്ങനെ തുടക്കുക, ക്ലീൻ കഴി. പക്ഷെ നമ്മൾ അടുത്ത മീനും നമ്മൾ കോരി പിടിച്ചിരിക്കുകയാണ്. മേത്ത് കറിയില്ല കേട്ടോ, കറക്റ്റാ ബക്കറ്റൊക്കെ ഉള്ളതായിരുന്നത്. മീനിനെ കാണുന്നില്ല, എവിടെ മീൻ? ഞാൻ അതിനൊന്ന് പിടിച്ചിട്ടിട്ട് ഗൈസ്, നമുക്ക് കാണാം. ഗൈസ് ഒരു കണ്ണനെ കണ്ടിട്ട് കോരിയാണ് കിട്ടിയാ. വേക്ക് കോരിക്കോളി. കണ്ണനെ കണ്ടെന്നാ പറയണവര്, കോരിക്കോ. കിട്ടിയാ? ഒരു പൊരിക്കനെ കിട്ടി. കണ്ണനെ പിടിച്ചാൽ പോയപ്പോൾ ഒരു പൊരിക്കനെ കിട്ടി. കണ്ണനപ്പം എന്തായാലും ഇനി ഇതിൽ ബാക്കിയുണ്ട്. എറിഞ്ഞോ പൈസ ഓർക്കൊരു മീനെ കിട്ടി. എന്താ കിട്ടി? കടുവനെ കിട്ടിയിട്ടുണ്ട്. കുത്തിയ കുത്തിയമായിരിക്കും, മൂത്രിക്കും കുത്തിയാൽ. അതിനെ വേഗം പിടിച്ച് കയറ്റി ഇറക്കിക്കോ. ആ വള്ളത്തേക്ക് കണ്ടിട്ടാ, വള്ളത്തേക്ക് കാണാല്ലേ കടുവായിരിക്കും. പോയിസ് ഉണ്ടാവും, ചാടി നോക്കിക്കോ. എല്ലാം മാറിക്കില്ല. ഇവ ലബീബ് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടുന്ന് മാറും. വേണ്ട അത് അതിന്റെ വായി എന്താണ് ലബീബ് വെച്ച് കാട്ടിന്. കടു ആയിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ. എടുക്കേ നമുക്ക് കടു കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പൊരിക്കും കണ്ണനുണ്ട്. ഇനി 2 കണ്ണന്മാരെയാണ്. ഇത് മിനിമം 2 കിലോ ഉണ്ടാവും. 2 കിലോ ഉണ്ടാവും. ഇനി അടുത്ത ലക്ഷ്യം നമ്മൾ 2 കണ്ണന്മാരെ അതിലുണ്ട്. അതിന് എന്താണ് നമ്മൾ പിടിക്കലാണ്. ലാസ്റ്റ് നമ്മൾ മീനത്തെ 2 എണ്ണയൊക്കെ ഉണ്ടായിക്കാരം, അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വയ്ക്കാരോ. പക്ഷെ നമുക്ക് അടുത്ത കണ്ണനെ കിട്ടിക്കണ്. ഇതല്ല കുളിക്കണ കണ്ണാല്ലേ വെളുത്തിക്കണ കണ്ണന് ആയിക്കിട്ടോ. നമുക്കിപ്പോൾ മീൻ തന്നെ തോനായിക്കണേ. ചാടി നോക്കുന്ന ആ ചവിട്ടിക്കോട്ടെ. ആ കണ്ണ നേരത്തെ ചോടിയിട്ട് വന്നീന്ന്. അപ്പൊ അടുത്ത മീനെ പിടിക്കേ. കണ്ണൻ പക്ഷെ നമുക്ക് അടുത്ത മീനെ കിട്ടിയിരിക്കുകയാണ്. അടുത്ത പൊരിക്കിന പക്ഷെ നമുക്ക് അടുത്ത പൊരിക്കിന് കിട്ടിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പിടിച്ച മീനൊക്കെ പാടി നമ്മളെ വീട്ടിൽ കൊടുത്തിട്ട് കഴുകിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പൈസ വള്ളത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ എത്രയാണ്? 15 മീനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒക്കെ പാടി ഇത് മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പൊരിച്ചിരിക്കുന്നു ഗായ്സ്. എന്താ നമ്മൾ ടോട്ടൽ 15 മീനുണ്ട്. നമ്മളൊരു ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ ലബീബ് അത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെണ്ണൂറിലിട്ടിട്ടാണ് ഇങ്ങനെ ക്ലീൻ ആക്കണത്. എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നേരാക്കിയ മീനൊക്കെ എന്താണ് കായം തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊയ്ക്കാൻ പോവുകയാണ്. എന്നാൽ നമ്മൾ പാനിൽ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇട്ടെടുത്തോളിയോ ഗായ്സ്. അപ്പോൾ നമ്മൾ മീൻ ഇങ്ങനെ ഇട്ടെടുക്കണം എണ്ണയ്ക്ക്. ഗായ്സ് നമ്മൾ പൊരിച്ചതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും പാടി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊരിച്ച മീൻ ഒക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മളെല്ലാവരും പാടി തിന്നാണ്. സാക്കിറിൻ്റെതൊക്കെ അത് അവിടെ ഉണ്ട്. സാക്കിർ വാൻ്റെ ഇലയിലാണ് എടുക്കുന്നത്. അപ്പോൾ തിന്നിട്ട് എങ്ങനെയുണ്ട് പറയും? സൂപ്പറാ. പിന്നെ കഴിച്ച് നമ്മൾ അനിയത്തിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ മീൻ അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ കണ്ട് പിച്ചിട്ട് ഓക്കെ അടിപൊളി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.